ഒന്നായി തീരും, ഒരു ശരീരമായി തീരും എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, അവർ ഒന്നായി തീരും. ഇവർ ഇന്ന് ഒന്നായി മാറുകയാണ്. നമുക്ക് മനസ്സിലാകാത്ത ഒരു വിവരണമാണ് ഇതെങ്ങനെയാണ് ഈ രണ്ട് പേര് ഒന്നായി തീരുക. എനിക്കും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഇപ്പോൾ സഭാകവി CP ചാണ്ടി സാറിൻ്റെ ഒരു കവിത ഈ തരുണത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. കുടുംബത്തെ ചാണ്ടി സാർ ഒരു ബ്രൂ കോഫിയോട് ഉപമിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല കടക്കുന്നത്. നമുക്കറിയാം, ഒരു കാപ്പിക്കകത്ത് നമുക്ക് പാലിൻ്റെ രുചിയുണ്ട്, കാപ്പിയുടെ രുചിയുണ്ട്, പഞ്ചസാരയുടെ രുചിയുണ്ട്. പക്ഷേ അതൊന്നും സെപ്പറേറ്റ് തിരിച്ചറിയാൻ, കാണാൻ നമുക്ക് കഴിയുന്നില്ല. അത് രുചിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. സെറിൽ ഷമാഷിൻ്റെയും സൂസൻ കൊച്ചമ്മയുടെയും ഈ കൂദാശയിലൂടെയുള്ള ഒരുമിപ്പിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം നിങ്ങൾ ഒന്നായി മാറണം. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കൊരു പേഴ്സണൽ സ്പേസ് ഇല്ല എന്നുള്ളതല്ല. പഞ്ചസാരയുടെ രുചി നാം അറിയുന്നു, കാപ്പിപ്പൊടിയുടെ രുചി നാം അറിയുന്നു. പക്ഷേ കാപ്പിപ്പൊടിയും പഞ്ചസാരയും കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. സെറിൽ ഷമാഷിൻ്റെ പേഴ്സണൽ സ്പേസ് ഉണ്ട്, സൂസൻ്റെ പേഴ്സണൽ സ്പേസ് ഉണ്ട്. പക്ഷേ അത് സെപ്പറേറ്റായിട്ട് നിൽക്കുന്നതല്ല. പിന്നെയോ അതൊന്നിച്ച് ചേരുമ്പോഴാണ് രുചികരമായ ഒരു കുടുംബമായിട്ട് അത് പരിണമിക്കുന്നത്. അത് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേരുമ്പോഴല്ല, പിന്നെയോ നിങ്ങൾ രണ്ടുപേരും ദൈവത്തോട് ചേരുമ്പോഴാണ് അത് സംഭവിക്കുക. ഇന്നത്തെ കൂദാശയിലെ പ്രധാനമായിട്ടുള്ള ആഗ്രഹവും പ്രാർത്ഥനയും സമർപ്പണവും ഒക്കെ അതാണ്. കർത്താവെ, നീ യോജിപ്പിക്കണം, നിന്നിൽ ഒന്നായി തീരണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ഈ ലക്ഷ്യം നിങ്ങൾ മറന്നു പോകരുത്. ദൈവത്തിൽ ഒന്നായി. എന്നാൽ നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങൾ കാത്തു സൂക്ഷിച്ച്, പേഴ്സണൽ സ്പേസ് സൂക്ഷിച്ച് രുചികരമായ ഒരനുഭവമായി രൂപാന്തരപ്പെടുവാൻ ഇടയാകണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതിനുവേണ്ടി പഞ്ചസാരയ്ക്ക് അതിൻ്റെ ഘടനയിൽ വ്യത്യാസം വരേണ്ടതായിട്ടുണ്ട്, കാപ്പിപ്പൊടിക്കും അതിൻ്റെ ഘടനയിൽ വ്യത്യാസം വരേണ്ടതായിട്ടുണ്ട്. എനിക്ക് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാനായിട്ട് അറിയില്ല. പക്ഷേ എന്തൊക്കെയോ വ്യത്യാസം ഈ ഒരുമിപ്പിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അതൊരു പക്ഷേ നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങളാകാം, നിങ്ങളുടേതായിട്ടുള്ള സ്വഭാവങ്ങളാകാം, പ്രത്യേകതകളാകാം, അതൊക്കെ അലിഞ്ഞില്ലാതെയായി മാറുമ്പോഴാണ് രുചികരമായ നിങ്ങളുടെ കുടുംബമായി അത് രൂപാന്തരപ്പെടുന്നത്. ആ മാറ്റത്തെ, അതിനെ ഞാൻ സാക്രിഫൈസ് എന്ന് പറയും. നിങ്ങൾക്ക് ആ ഒരു സാക്രിഫിഷ്യൽ മെൻറ്റാലിറ്റി ഉണ്ടാകട്ടെ. എൻ്റെ ആറ്റിറ്റ്യൂഡിൽ, എൻ്റെ പ്രത്യേകതകളിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ടായി നല്ലൊരു കുടുംബത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ, ദൈവത്തോട് ചേർന്ന് വലിയ രൂപാന്തരമുണ്ടാകുവാൻ, നല്ല രുചിയും മണവും ഒക്കെയുള്ള, നല്ല സാക്ഷ്യമുള്ള കുടുംബമായി മാറുവാൻ അതിന് മൂലം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഇറങ്ങി ആവസിച്ച് നിങ്ങളെ ഒരുമിപ്പിക്കുന്നു. നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹകരമാകട്ടെ.